ബംഗ്ലാദേശും പാകിസ്ഥാനും വീണ്ടും ഒന്നിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ബംഗ്ലാദേശ് സന്ദർശനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, ഈ രണ്ട് രാജ്യങ്ങളും ഒന്നിക്കുന്നത് ഒരു രാജ്യത്തെ ലക്ഷ്യമിട്ടാണ്, ഇന്ത്യയെ ലക്ഷ്യമിട്ടാണ്, അല്ലേ? തീർച്ചയായിട്ടും അവരുടെ ടാർഗറ്റ് ഇന്ത്യ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 47-ലെ വിഭജനം കഴിഞ്ഞ് ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനുമായി മാറിയപ്പോൾ മുതൽ അവർ നിരന്തരം ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭൂമി പിടിച്ചെടുക്കാൻ, അത് കാശ്മീരിൽ അവർക്ക് ഭാഗികമായി സാധിച്ചു. പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് അവകാശപ്പെട്ട ഭൂമി ഇന്ന് ഇന്ത്യയുടെ കൈവശമല്ല. അതുപോലെ ഈ ഈസ്റ്റ് പാകിസ്ഥാൻ അഥവാ ഇന്നത്തെ ബംഗ്ലാദേശ്, കൽക്കട്ട പിടിച്ചെടുക്കാൻ അന്നൊരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്തു. അതിനുവേണ്ടി നടപ്പാക്കിയതാണ് ഡയറക്റ്റ് ആക്ഷൻ. വലിയ രീതിയിൽ ഹിന്ദു മുസ്ലിം കലാപമുണ്ടാക്കി. കലാപമല്ല, ഏകപക്ഷീയമായ വംശഹത്യ. ഹിന്ദുക്കളെ കിട്ടുന്നിടത്ത് വെച്ച് അരിഞ്ഞ് തള്ളി, ഹിന്ദു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി, ദിവസങ്ങളോളം നീണ്ടുനിന്ന, ആഴ്ചകളോളം നീണ്ടുനിന്ന തരത്തിൽ അവിടെ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചു. അന്ന് അത് സമർത്ഥമായിട്ട് നേരിട്ടത് അവിടുത്തെ കുറച്ച് പ്രാദേശികമായ ചില ആൾക്കാർ അവിടെ നടത്തിയ പ്രതിരോധം, അവർ സൃഷ്ടിച്ച പ്രതിരോധമാണ് അന്ന് കൽക്കട്ടയിലെ ഹിന്ദുക്കളെയും രക്ഷിച്ചത്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അത് വളരെ വിശദമായിട്ട് നമ്മൾ ചരിത്രം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്ന് പലർക്കും അത് ഇഷ്ടപ്പെടില്ല, അത് അലോസരങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ പുതിയ അനുരണനങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ട്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ അവിടെ പലതും നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പഴയതുപോലെ വിജയിക്കുന്നില്ല. കാരണം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ഇനി ആ 47-ൽ സംഭവിച്ചതുപോലത്തെ ദുരന്തങ്ങൾ എന്ന് തന്നെ പറയാം, അതിനി നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ട് രഹസ്യമായിട്ട് ചില നീക്കുപോക്കുകൾ നടത്തി വരികയാണ്. നമുക്കറിയാം, നമ്മളത് നേരത്തെ തന്നെ ഇന്ത്യ മനസ്സിലാക്കിയതാണ്. ഈ 71-72 ആ യുദ്ധത്തിന് ശേഷം ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യയുടെ സഹായത്തോടു കൂടി അവിടെ ഒരു ജനാധിപത്യ സംവിധാനം നിലവിൽ നിന്നു, ഭാഗികമായെങ്കിലും അവർ ഔദ്യോഗിക മതമായിട്ടൊക്കെ സ്വീകരിച്ചത് ഇസ്ലാമിനെയാണ്. അതങ്ങനെ മുന്നോട്ട് പോയി. പലപ്പോഴും ബംഗ്ലാദേശിൽ അട്ടിമറി നടന്നു. അപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന അട്ടിമറിയാണ് ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിൽ കലാശിച്ചത്. അവർ നിവർത്തികെട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയാണ്. അവർ ഇന്ത്യയിലെത്തി വളരെ സുരക്ഷിതമായിട്ട് രഹസ്യമായി ഒരിടത്ത് താമസിക്കുന്നു. അത് നയതന്ത്ര തലത്തിലെ ചില കാര്യങ്ങളായതുകൊണ്ട് അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് ഇന്ത്യ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ധാർ അവിടെ സന്ദർശിക്കാൻ പോവുകയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഏപ്രിൽ മാസത്തിൽ ഇയാൾ അവിടെ സന്ദർശിക്കാനിരുന്നതാണ് ഇഷാഖ് ധാർ. അന്ന് ആണ് ഈ പെഹൽഗാം അറ്റാക്ക് ഉണ്ടാകുകയും ഇന്ത്യ തിരിച്ചടിക്കുകയൊക്കെ ചെയ്തത്. ഏപ്രിൽ അവസാനമാണല്ലോ പെഹൽഗാമിൽ ഈ മതം നോക്കി ഉടുതുണി അഴിച്ച് പരിശോധിച്ച് 25 ഇന്ത്യക്കാരെ വകവരുത്തിയത്. 26-ാമനെ വകവരുത്തിയത് അവരെ തടയാൻ ശ്രമിച്ചപ്പോഴാണ്. അപ്പോൾ അങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ അരങ്ങേറി. അതിന് ഇന്ത്യ ചുട്ട മറുപടി കൊടുത്തു. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ കുറച്ച് നാളുകളായി ഈ മുഹമ്മദ് യൂനിസിന് ഇന്ത്യയോട് കുറച്ച് താല്പര്യം വർദ്ധിക്കുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ചയായിരുന്നല്ലേ ഹിന്ദുക്കളെ തന്നെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനിടയിൽ വീണ്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കുമോ പാകിസ്ഥാൻ ഇടപെടൽ? അല്ല, അത് ഈ യൂനിസ് നടത്തുന്നത് പലതും നാടകങ്ങളാണ്. യൂനിസിനൊന്നും ഒരിക്കലും ഇന്ത്യയോട് സ്നേഹമോ അടുപ്പമോ ഉള്ള ആളല്ല. ആയിരുന്നെങ്കിൽ ഈ ഒരു ശാപം പിടിച്ച ഒരു സമയത്ത് ബംഗ്ലാദേശിൻ്റെ ഭരണം അയാൾ ഏറ്റെടുക്കില്ല. ഈ പട്ടാളം അവിടെ അട്ടിമറി നടത്തി ഷെയ്ഖ് ഹസീനയെ അവിടുന്ന് ഓടിച്ച് ബംഗ്ലാദേശിൻ്റെ ഭരണം യൂനിസിൻ്റെ കൈകളിലേക്ക് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് കൊടുത്തെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹിയും സത്യസന്ധനുമായ മനുഷ്യനാണെങ്കിൽ അത് തയ്യാറാകില്ല. ഒരു സ്വന്തം രാജ്യത്തിൻ്റെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന, അവിടുത്തെ പൗരന്മാരെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും അതിന് കൂട്ടുനിൽക്കില്ലായിരുന്നു. അപ്പോൾ ഈ മുഹമ്മദ് യൂനിസൊക്കെ പഠിച്ച കള്ളന്മാരാണ്. നാടകമാണ് ഈ നടത്തുന്നത്. ഇടയ്ക്ക് അപകടം വരും എന്ന് തോന്നുമ്പോൾ ഇന്ത്യയെ പുകഴ്ത്തും, നരേന്ദ്രമോദിയെ പുകഴ്ത്തും.
ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കും, ഇതൊക്കെ ചെയ്യും. ഇത് നമ്മൾ എത്ര കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന്. നോക്കൂ, ഇതുപോലെയല്ല ശ്രീലങ്ക നമ്മളോട് പെരുമാറുന്നത്, ഇതുപോലെയല്ല മാലിദ്വീപ് നമ്മളോട് പെരുമാറുന്നത്, ബർമ്മ, നേപ്പാൾ ഒക്കെ ഇങ്ങനെയല്ല. അവിടെയൊക്കെ നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ, പക്ഷേ എങ്കിലും ഈ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും പോലെയല്ല അവരൊന്നും പെരുമാറുന്നത്. അപ്പോൾ അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്തായാലും ഈ ഇഷാഖ് ദറിൻ്റെ ഏപ്രിൽ മാസത്തെ സന്ദർശനം മാറ്റിവെച്ചു, ഈ പഹൽഗാം കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചു. അതാണിപ്പോൾ വീണ്ടും പൊടിതട്ടിയെടുത്ത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വരാം, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞാണ്. ഈ ബംഗ്ലാദേശിൻ്റെ ഒരു സുഹൃദ് രാഷ്ട്രമായിരുന്നില്ല ഒരു കാലത്ത് പാകിസ്ഥാൻ. 72-ൽ സ്വാതന്ത്ര്യം നേടി അവർ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും എന്നും പറയുന്ന സംവിധാനം മാറ്റി ഈസ്റ്റ് പാകിസ്ഥാനെ ബംഗ്ലാദേശാക്കി മാറ്റി മുന്നോട്ട് പോയപ്പോൾ അവിടെ പറഞ്ഞതുപോലെ പാകിസ്ഥാനെ അവർ ഒരു സുഹൃദ് രാഷ്ട്രമായി കണ്ടിരുന്നില്ല. പാകിസ്ഥാനുമായിട്ട് പല രീതിയിലുള്ള വ്യാപാര ബന്ധങ്ങളും അവർ വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഈ ഷെയ്ഖ് ഹസീന അവിടുന്ന് പലായനം ചെയ്ത് മുഹമ്മദ് യൂനുസ് അവിടെ വന്നതിന് ശേഷം മുഹമ്മദ് യൂനുസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഈ ബംഗ്ലാദേശിൻ്റെ വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുകയായിരുന്നു. അവിടുന്ന് ബംഗ്ലാദേശിൽ നിന്ന് പല സാധനങ്ങളും ഇറക്കുമതി ചെയ്യാൻ, പാകിസ്ഥാനിൽ നിന്ന് പല സാധനങ്ങളും ഇറക്കുമതി ചെയ്യാൻ, അതുപോലെ ആയുധങ്ങൾ കൊണ്ടുവരാൻ ഒക്കെ ഈ ബംഗ്ലാദേശിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നിട്ട് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്ന് ഇറക്കുമതി, വലിയ തോതിൽ സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാനും പാകിസ്ഥാൻ തയ്യാറായി. ബംഗ്ലാദേശ് തയ്യാറായി. മുമ്പ് അതിനൊന്നും ബംഗ്ലാദേശ് തയ്യാറായിരുന്നില്ല. ഈ ഒരു മാറ്റം അന്ന് തുടങ്ങി. ഈ അധികാര കൈമാറ്റം അല്ലെങ്കിൽ അവിടെ ഈ അട്ടിമറി നടന്നത് മുതൽ ഇന്ത്യ ഇതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഭരണകൂടത്തിനും നമ്മുടെ ചാരസംഘടനകൾക്കും നമ്മുടെ ഏജൻസികൾക്കും ഒക്കെ കൃത്യമായിട്ട് അറിയാം അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇങ്ങോട്ട് നമ്മളെ അധികം കയറി ചൊറിയാതിരിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിലൊന്നും നമ്മളങ്ങനെ തലയിട്ടിട്ടില്ല. നമ്മൾ തലയിടാൻ തുടങ്ങിയാൽ ഒരു 1971 ആവർത്തിക്കും. ബംഗ്ലാദേശിൽ ഒരു പുതിയ ഭരണകൂടത്തെ നമുക്ക് സൃഷ്ടിക്കേണ്ടി വരും. അത്തരത്തിലേക്കൊരു സൈനിക നടപടിയിലേക്ക് പോലും അത് പോകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പാകിസ്ഥാൻ നീട്ടിയിരിക്കുന്ന സൗഹൃദത്തിൻ്റെ കരങ്ങൾ അത് സ്വീകരിക്കാനാണ് ബംഗ്ലാദേശ്. അല്ല, പുതിയ രാഷ്ട്രീയ ക്രമം അനുസരിച്ച് ഒരു അമേരിക്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഒരു ടീമാണോ രൂപപ്പെടുന്നത്? അതെ, തീർച്ചയായിട്ടും അതിന് ഡീപ് സ്റ്റേറ്റിൻ്റെ വലിയ പരിഗണനയും പിന്തുണയും ഉണ്ട്. നോക്കൂ, ട്രംപ് അവിടുത്തെ US എയ്ഡ് വെട്ടിക്കുറച്ചു, ഈ ബംഗ്ലാദേശിന് നൽകുന്ന സഹായം വെട്ടിക്കുറച്ചു, അത് നിർത്തലാക്കി പരിപൂർണമായിട്ടും. ആ സമയത്ത് നമ്മൾ കണ്ടതെന്താ, ജോർജ് സോറോസിൻ്റെ മകൻ അലക്സാണ്ടർ സോറോസ് അവിടെ നേരിട്ട് വരികയാണ്, മുഹമ്മദ് യൂനുസുമായിട്ട് ചർച്ച നടത്തുന്നു, അവർക്ക് വലിയ സാമ്പത്തിക സഹായം ഓഫർ ചെയ്യുന്നു. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഒരു അമേരിക്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അച്ചുതണ്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ആ അച്ചുതണ്ട് വളരെ കൃത്യമായിട്ട് അവരുടെ ടാർഗറ്റ് ഇന്ത്യയാണ്. ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കുക, ഇന്ത്യയെ ആശയക്കുഴപ്പത്തിലാക്കുക, ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്തുക ഇന്ത്യക്ക് മേൽ, അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ അവരൊരു കാര്യം മറന്നുപോയി, പഴയ ഇന്ത്യയല്ല ഈ ഇന്ത്യ. ഇന്നത്തെ പുതിയ ഇന്ത്യ ഒരുപാട് മാറിയിരിക്കുന്നു. പഴയ ഇന്ത്യയെപ്പോലെ ഒബാമ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു പ്രധാനമന്ത്രി അല്ല ഇന്ന് നമുക്കുള്ളത്. മറിച്ച് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അടിച്ചാൽ തിരിച്ചടിക്കുന്ന, പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, ചോരയ്ക്ക് ചോര എന്ന മട്ടിൽ തിരിച്ചടിക്കുന്ന ഒരു ഭരണകൂടം, അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ ശേഷിയുള്ള ഒരു ഭരണകൂടം ഇന്നിവിടെ ഉണ്ട്. നമ്മുടെ സൈന്യത്തിന് പണ്ടും കഴിവുണ്ടായിരുന്നു. നമ്മുടെ സൈന്യം വളരെ ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് എല്ലാ കാലത്തും അവർ മികച്ച ഒരു ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിരോധത്തിനൊക്കെ സജ്ജരായിരുന്നു. പക്ഷേ നമ്മുടെ ഭരണകൂടം അതിന് അനുമതി നൽകിയിരുന്നില്ല. ഇപ്പോൾ ഭരണകൂടം അനുമതി നൽകാൻ ധൈര്യമുള്ളൊരു ഭരണകൂടമാണുള്ളത്. അതുകൊണ്ട് തന്നെ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തീർച്ചയാണ്. ഇവിടെ ഈ അമേരിക്കയ്ക്കും പാകിസ്ഥാനും ബംഗ്ലാദേശിനും കൂടെ ഒരുമിച്ച് നിന്ന് ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി ഇന്ത്യയുടെ പുറത്ത് അമേരിക്കൻ അധീശത്വം, അമേരിക്കൻ ഹെജിമണി അത് കൊണ്ടുവരാൻ, ആ ആധിപത്യം കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് ഈ
പാകിസ്ഥാനും ബംഗ്ലാദേശിനും അമേരിക്കയ്ക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇന്ത്യയിൽ എന്ത് മാറ്റമാണ് 2014 ശേഷം സംഭവിച്ചിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഇന്ത്യയുടെ സ്വത്വം കണ്ടെത്തിയിരിക്കുന്നു. ഭാരതം അതിൻ്റെ തനിമ ഉൾക്കൊണ്ടിരിക്കുന്നു. ഇനിയൊരു തകർച്ച ഭാരതത്തിന് ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല, അത് സാധിക്കില്ല എന്ന സത്യം ഈ 3 രാജ്യങ്ങൾക്കും അവരുടെ ഭരണത്തലവന്മാർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.